ആളുകൾ മിക്കപ്പോഴും IPO ജഡ്ജ് ചെയ്യുന്ന ഒരു ചോദ്യം വെച്ചാണ് ഇതിന് ലിസ്റ്റിംഗ് ഗെയിൻസ് കിട്ടോ ഇല്ലയോ. പക്ഷേ വലിയൊരു പിക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ IPO മാർക്കറ്റ് വേറൊരു സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ IPO മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരുന്ന ഏതൊക്കെ സെക്ടേഴ്സിലേക്കാണ് ക്യാപിറ്റൽ ഫ്ലോ ചെയ്യുന്നത്, ഏതൊക്കെ കമ്പനീസ് പബ്ലിക് മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് മെച്യൂർ ആയിട്ടുണ്ട്, ഇന്ത്യയുടെ അടുത്ത ഗ്രോത്ത് സ്റ്റോറീസ് എവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെ കാണിച്ചു തരും. അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇന്ത്യയുടെ IPO മാർക്കറ്റ് വളരെ മെച്യൂർ ആയിട്ട് മാറിയിട്ടുണ്ട്. 2026 ഫൈനാൻഷ്യലിൽ 108 കമ്പനീസ് മെയിൻ ബോർഡ് IPO വഴി ഏകദേശം 1.76 ലക്ഷം കോടി റേസ് ചെയ്തു. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആവറേജ് ലിസ്റ്റിംഗ് പ്രീമിയം വെറും 8% മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് ചെയ്തത് 28%-നേക്കാൾ ഇത് വളരെ കുറവാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് ഇപ്പൊ ഹൈപ്പ് മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇൻവെസ്റ്റേഴ്സ് ഇപ്പൊ കമ്പനിയുടെ ക്വാളിറ്റി, IPO പ്രൈസിംഗ്, ബിസിനസിന്റെ ലോങ് ടേം ഡ്യൂറബിലിറ്റി എല്ലാം ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്. 2026 പ്രൈമറി മാർക്കറ്റ് ഫണ്ട് റേസിംഗ് 4 ലക്ഷം കോടി വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രൊജക്ഷൻസ് ഇവിടെ പറയുന്നത്. അതായത് IPO പൈപ്പ്ലൈൻ ജസ്റ്റ് ബിസിയാണെന്ന് മാത്രമല്ല, ഇപ്പൊ വളരെ സീരിയസ് ആയിട്ടാണ് മുന്നോട്ടേക്ക് ഇവിടെ പോകുന്നത്. നമ്മൾ നോർമലി ലിസ്റ്റഡ് കമ്പനീസിനെ പറ്റിയാണ് അനലൈസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ വരാൻ പോകുന്ന 2 മേജർ IPO കമ്പനീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഈ 2 IPOസിന്റെ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇവരുടെ ബിസിനസ്, ഫൈനാൻഷ്യൽസ്, ഗ്രോത്ത് ട്രിഗേഴ്സ്, റിസ്ക് എല്ലാം നമുക്കിത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്ന് നമുക്ക് നോക്കാം ഈ അപ്കമിംഗ് IPOs മാർക്കറ്റിന്റെ അടുത്ത് വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുമോ എന്നുള്ള കാര്യം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NSE ആണ്. NSEയുടെ IPO ഓഫർ ഫോർ സെയിൽ ആയിരിക്കും, അഥവാ OFS ആയിരിക്കും. അതായത് ഈ IPO വഴി കമ്പനിക്ക് പുതിയ ഫണ്ട്സ് ഒന്നും ലഭിക്കില്ല, പകരം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ചേർന്ന് ഏകദേശം 14.89 കോടി ഷെയർസ് വിൽക്കുകയാണ് ചെയ്യുന്നത്. NSE ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇപ്പൊ ക്യാഷ് മാർക്കറ്റ്, ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്, കറൻസി ഡെറിവേറ്റീവ്സ് അങ്ങനെ പല മാർക്കറ്റ് സെഗ്മെന്റിലും കമ്പനിക്ക് ഡോമിനന്റ് പൊസിഷൻ ഉണ്ട്. റെഡ് സീ റിപ്പോർട്ട് പ്രകാരം ക്യാഷ് മാർക്കറ്റും ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ടേൺ ഓവർ അടിസ്ഥാനമാക്കി നോക്കിയാൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ആണ്. അപ്പൊ കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അവരുടെ മാർക്കറ്റ് ഡോമിനൻസ് ആണ്. ഇപ്പൊ 2026 ഫൈനാൻഷ്യലില് ക്യാഷ് മാർക്കറ്റിൽ NSEക്ക് 92.99% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇക്വിറ്റി ഫ്യൂച്ചേഴ്സിൽ 99.79%, ഇക്വിറ്റി ഓപ്ഷൻസിൽ 74.71%, കറൻസി ഓപ്ഷൻസിൽ 100% മാർക്കറ്റ് ഷെയറും കമ്പനി ഹോൾഡ് ചെയ്തിരുന്നു. NSE ജസ്റ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മാത്രമല്ല, കമ്പനി ലിസ്റ്റിംഗ്സ്, ക്യാപിറ്റൽ റേസിംഗ്, ഇൻഡെക്സ് പ്രൊഡക്ട്സ്, ഡേറ്റ സർവീസസ്, കണക്ടിവിറ്റി, ക്ലിയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ വഴിയും റവന്യൂ ഏൺ ചെയ്യുന്നുണ്ട്. 2026 ഫൈനാൻഷ്യലിൽ ഏകദേശം 20.06 ബില്യൺ അല്ലെങ്കിൽ ഏകദേശം 1.78 ലക്ഷം കോടി NSEയിൽ IPO വഴി റേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 219 പുതിയ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽസ് നോക്കാം. 2026 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ റവന്യൂ കുറച്ച് മോഡറേറ്റ് ആയി 16,600 കോടിയിലെത്തി. അപ്പൊ ഇതിന് മെയിൻ കാരണം ഇക്വിറ്റി ഓപ്ഷൻസ്, ഇക്വിറ്റി ഫ്യൂച്ചേഴ്സ്, ക്യാഷ് മാർക്കറ്റിൽ നിന്നുള്ള റവന്യൂലുണ്ടായ സോഫ്റ്റ്നെസ് ആണ്. എന്നാൽ നോൺ ട്രേഡിംഗ് ബിസിനസ് നല്ല സപ്പോർട്ട് നൽകി. ഡേറ്റ സെന്റർ റവന്യൂ 154.4 കോടിയിൽ നിന്ന് 205.2 കോടിയിലേക്ക് കൂടി. ഡേറ്റ ഫീഡ് ആൻഡ് ടെർമിനൽ സർവീസസ് റവന്യൂ 407 കോടിയിൽ നിന്ന് 470 കോടിയിലേക്ക് കൂടി. ലൈസൻസിംഗ് സർവീസ് റവന്യൂ 120 കോടിയിൽ നിന്ന് 152 കോടിയിലേക്ക് കൂടി. 2026 ഫൈനാൻഷ്യലില് കമ്പനിയുടെ EBITDA മാർജിൻ 66.85% ആയിരുന്നു. 2026 ഫൈനാൻഷ്യലില് പാറ്റ് 10,302 കോടിയിലേക്ക് മോഡറേറ്റ് ആയി 50.98% മാർജിനോടെ. അപ്പൊ ഈ ഒരു ഡിക്ലൈന്റെ മെയിൻ കാരണം ട്രാൻസാക്ഷൻ റവന്യൂലുണ്ടായ പ്രഷറാണ്. ഇപ്പൊ ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് വോളിയം കുറഞ്ഞതാണ് ഇതിനൊരു പ്രധാന കാരണം. അതുപോലെ സെബിയുടെ സ്ട്രിക്ട് റെഗുലേഷൻസും ഒരു പരിധി വരെ ഇവിടെ ബാധിച്ചു. അതേസമയത്ത് പഴയ സെബി കേസസ് സെറ്റിൽ ചെയ്യാനായിട്ട് കമ്പനി ഏകദേശം 1,391 കോടിയുടെ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് കോ ലൊക്കേഷനും ഡാർക്ക് ഫൈബർ കേസസിനുമായിട്ടായിരിക്കും ബന്ധപ്പെട്ടിട്ടാണ്. പിയർ കമ്പാരിസണിൽ NSE BSEനേക്കാളും ക്ലിയർലി വലിയ കമ്പനിയാണ്. ഇപ്പൊ 2026 ഫൈനാൻഷ്യലില് NSEയുടെ റവന്യൂ 16,601 കോടിയായിരുന്നപ്പോൾ BSEയുടെ റവന്യൂ 4,834 കോടി മാത്രമായിരുന്നു. പാറ്റും NSEക്ക് കൂടുതലായിരുന്നു. NSEയുടെ പാറ്റ് 10,302 കോടിയായിരുന്നപ്പോൾ BSEയുടെ പാറ്റ് 2,487 കോടിയായിരുന്നു. EBITDA മാർജിനും NSEക്ക് കൂടുതലായിരുന്നു. NSEയിൽ EBITDA മാർജിൻ 66.85% ആയിരുന്നപ്പോൾ BSEയിൽ 64% ആയിരുന്നു. ഇനി ഗ്രോത്ത് പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഇന്ത്യയുടെ വളരുന്ന ഇക്കോണമിയിൽ നിന്ന് ഹൗസ് ഹോൾഡ് സേവിങ്സ്, ഫൈനാൻഷ്യൽ അസറ്റ്സിലേക്ക് മാറുന്ന ട്രെൻഡിൽ നിന്ന് NSEക്ക് വലിയ ബെനിഫിറ്റ് ലഭിക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട്. 2030 ഫൈനാൻഷ്യലോടെ ക്യാഷ് മാർക്കറ്റ് 14 മുതൽ 16% CAGR വളരാനും അതുപോലെ 473 മുതൽ 507 ലക്ഷം കോടി വരെ എത്തും എന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇക്വിറ്റി ഡെറിവേറ്റീവ്സിലും സ്ട്രോങ് ഗ്രോത്ത് ഇവിടെ കാണാം. ഇപ്പോൾ ഫ്യൂച്ചർ മാർക്കറ്റ് 16 മുതൽ 18% CAGR വളരും എന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 715 മുതൽ 765 ലക്ഷം കോടി വരെ എത്താം. അതേസമയത്ത് ഓപ്ഷൻസ് മാർക്കറ്റ് 9 മുതൽ 11% CAGR ഇവിടെ വളരാം. അതിൽ 269 മുതൽ 289 ലക്ഷം കോടി എത്താം. ഇനി നമുക്ക് ഇവരുടെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ റവന്യൂ കോൺസെൻട്രേഷൻ ആണ്.
അപ്പൊ NSEയുടെ ഓപ്പറേറ്റിംഗ് റവന്യൂവിന്റെ 78.65% ട്രാൻസാക്ഷൻ ചാർജസ് എന്നാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ ട്രേഡിംഗ്സ് ആണ് ഏറ്റവും വലിയ റവന്യൂ ഡ്രൈവർ. 2026 ഫൈനാൻഷ്യൽ ടോട്ടൽ റവന്യൂലേക്ക് 60.22% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകദേശം 9,998 കോടി. റെഗുലേറ്ററി ഇമ്പാക്ട് ഓൾറെഡി വിസിബിൾ ആണ്. 2026 ഫൈനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് റവന്യൂ 14.3% ഇടിഞ്ഞു. മെയിൻലി ആവറേജ് ഡെയിലി ട്രേഡിംഗ് വോളിയം അല്ലെങ്കിൽ ADTV കുറഞ്ഞതുകൊണ്ടാണ്. അതായത് റെഗുലേറ്ററി പ്രഷർ കാരണം ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് വോളിയം കുറഞ്ഞാൽ അത് NSEയുടെ റവന്യൂ ഗ്രോത്തിനെ നേരിട്ട് ബാധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധ്യതയുണ്ട്. അപ്പൊ NSE സെബിയുടെ സൂപ്പർവിഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലൈൻസ്, അപ്രൂവൽസ്, ഇൻസ്പെക്ഷൻസ് എല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മുമ്പ് കമ്പനിക്ക് ഒബ്സർവേഷൻസ്, അഡ്വൈസറി ലെറ്റേഴ്സ്, ഷോക്കോസ് നോട്ടീസ് എല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു IP ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വാല്യൂഷൻ, റെഗുലേറ്ററി റിസ്ക്, അതുപോലെ റവന്യൂ കോൺസെൻട്രേഷൻ എല്ലാം വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി വരുന്നത് ഇന്ത്യ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ച ഒരു ഡിജിറ്റൽ ജയന്റ് ആണ്. ഇപ്പം ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഈ ഒരു IPO മാർക്കറ്റിന്റെ അടുത്ത വലിയ ഇവന്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ കമ്പനിയുടെ പേരാണ് ജിയോ പ്ലാറ്റ്ഫോംസ്. IPO സ്ട്രക്ചർ ഇവിടെ സിമ്പിൾ ആണ്. ഈ ഇഷ്യൂ പൂർണ്ണമായിട്ട് ഫ്രഷ് ഇഷ്യൂ ആയിരിക്കും. അതായത് IPO വഴി റേസ് ചെയ്യുന്ന മുഴുവൻ ക്യാപിറ്റലും നേരിട്ട് കമ്പനിക്ക് തന്നെ ഇവിടെ ലഭിക്കും. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഡിജിറ്റൽ ബിസിനസ് ഡിവിഷനാണ് ജിയോ പ്ലാറ്റ്ഫോംസ്. അപ്പൊ കമ്പനി ടെലികോം കണക്ടിവിറ്റി, ഫിക്സഡ് ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ ആപ്സ്, ക്ലൗഡ്, AI, ടെക്നോളജി പ്ലാറ്റ്ഫോംസ് വഴി ഇന്ത്യയുടെ ഡിജിറ്റൽ ഇക്കോസിസ്റ്റത്തിലേക്ക് പ്രവർത്തിക്കുന്നത്. IPO പ്രൊസീഡ്സിന്റെ വലിയൊരു ഭാഗം റിലയൻസ് ജിയോ ഇൻഫോകോമിന്റെ നിലവിലെ ബോറോയിങ്സ് റീപേ ചെയ്യാൻ അല്ലെങ്കിൽ പ്രീപേ ചെയ്യാനായിരിക്കും ഇവിടെ കമ്പനി ഉപയോഗിക്കുന്നത്. ഏകദേശം 27,500 കോടി ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തുക ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ മാർച്ച് 2026 പ്രകാരം ജിയോ ഇൻഫോകോം 52.44 കോടി കസ്റ്റമേഴ്സ് അവർക്കുണ്ട്. മൊബൈൽ കണക്ടിവിറ്റി, ഫിക്സഡ് ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ സർവീസ് എന്നിവ ഉൾപ്പെടുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ഇക്കോസിസ്റ്റത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ജിയോയുടെ ഫോക്കസ് കണക്ടിവിറ്റിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇത് കസ്റ്റമർ ബേസ് ലിവറേജ് ചെയ്ത് ക്ലൗഡ്, AI, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എല്ലാം വലിയ ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ് ഈ കമ്പനിയുടെ സ്ട്രാറ്റജി. ഇനി ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ ജിയോയുടെ ഗ്രോത്ത് സ്കെയിലിൽ മാത്രം ഒതുങ്ങുന്നില്ല, മോണിറ്റൈസേഷനിലും കമ്പനി നല്ല പ്രോഗ്രസ് കാണിച്ചിട്ടുണ്ട്. 2024 ഫൈനാൻഷ്യൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 1,09,558 കോടിയായിരുന്നു. അത് 2025 ഫൈനാൻഷ്യൽ 17% വളർന്ന് 1,28,218 കോടിയായി. 2026 ഫൈനാൻഷ്യൽ വീണ്ടും 14.6% വളർന്ന് 1,46,885 കോടിയായി. ഈ ഗ്രോത്തിന്റെ പിന്നിൽ സബ്സ്ക്രൈബർ അഡീഷൻസ്, ആവറേജ് റവന്യൂ പെർ യൂസേഴ്സിലുണ്ടായ ഇംപ്രൂവ്മെന്റ്, 5G അഡോപ്ഷൻ, ഫിക്സഡ് ബ്രോഡ്ബാൻഡ് എക്സ്പാൻഷൻ, ഡേറ്റ യൂസേജും ആണ്. സബ്സ്ക്രൈബേഴ്സ് 2025 ഫൈനാൻഷ്യൽ 48.82 കോടിയിൽ നിന്ന് 2026 ഫൈനാൻഷ്യൽ 52.44 കോടിയിലേക്ക് കൂടി. ARPU 2025 ഫൈനാൻഷ്യൽ അവസാന ക്വാർട്ടറിൽ 181.7 രൂപയിൽ നിന്ന് 206.2 രൂപയിലേക്ക് ഇംപ്രൂവ് ചെയ്തു. പിന്നെ 2026 ലാസ്റ്റ് ക്വാർട്ടറിൽ 214 രൂപ വരെ എത്തി. ഗ്രോത്തിന്റെ ഒപ്പം പ്രോഫിറ്റബിലിറ്റി ഇവിടെ ഇംപ്രൂവ് ആയി. 2024 ഫൈനാൻഷ്യൽ എബിറ്റ മാർജിൻ 50.16% നിന്ന് 2026 ഫൈനാൻഷ്യൽ 51.91% കൂടി. 2024 ഫൈനാൻഷ്യലില് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 21,423 കോടിയായിരുന്നത് 2026 ഫൈനാൻഷ്യലില് 30,049 കോടിയായിട്ട് കൂടി. നെറ്റ് പ്രോഫിറ്റ് മാർജിനും 2024 ഫൈനാൻഷ്യലില് 19.55% 2026 ഫൈനാൻഷ്യലില് 20.46% ഇംപ്രൂവ് ആയി. ഇപ്പൊ ടെലികോം മെട്രിക്സും ഈവൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. 2026 ഫൈനാൻഷ്യൽ ആയപ്പോഴേക്കും ആവറേജ് ഡൗൺലോഡ് സ്പീഡ് 2.5 Mbps നിന്ന് 68 Mbps ആയിട്ട് ഇവിടെ കൂടി. പെർ GB ഡേറ്റ പ്രൈസിംഗ് 228 രൂപയിൽ നിന്ന് 7.9 രൂപയായിട്ട് കുറഞ്ഞു. ആവറേജ് മന്ത്ലി ഡേറ്റ യൂസേജ് 0.2 GB നിന്ന് 25.7 GB കൂടി. അതുപോലെ മാർച്ച് 2026 ആയപ്പോഴേക്കും ജിയോയ്ക്ക് 26.85 കോടി 5G സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജിയോ പ്ലാറ്റ്ഫോമിന്റെ ഫ്യൂച്ചർ ഗ്രോത്ത് നോക്കിയാൽ ഡേറ്റ യൂസേജ് കൂടുന്നത്, 5G അഡോപ്ഷൻ, ഫിക്സഡ് ബ്രോഡ്ബാൻഡ്, എന്റർപ്രൈസ് സൊല്യൂഷൻസ്, ക്ലൗഡ്, അതുപോലെ AI പ്ലാറ്റ്ഫോമിന്റെ സ്കെയിലിംഗ് ആയിട്ട് ലിങ്ക്ഡ് ആണ്. ഇപ്പൊ സ്കെയിൽ അഡ്വാൻറ്റേജിന്റെ കാര്യത്തിൽ ജിയോയ്ക്ക് സ്വന്തം ഇൻഹൗസ് ടെക്നോളജി സ്റ്റാക്ക്, പാൻ ഇന്ത്യ നെറ്റ്വർക്ക്, ഫൈബർ ആക്സസ്, സ്പെക്ട്രം ഹോൾഡിംഗ്സ്, അതുപോലെ സ്ട്രോങ് കസ്റ്റമർ ബേസ് എല്ലാം വലിയ സ്ട്രെങ്ത് ആണ്. 2026 ഫൈനാൻഷ്യലില് ജിയോയുടെ നെറ്റ് ലിവറേജ് 0.36x മാത്രമായിരുന്നു. ഇത് ഭാരതി എയർടെലിന്റെ 1.36x, അതുപോലെ വോഡോഫോൺ ഐഡിയയുടെ 10.24x നല്ലപോലെ കുറവാണ്. ഇപ്പൊ പിയർ കമ്പാരിസണില് എയർടെൽ ആണ് ഏറ്റവും വലിയ കമ്പനി. 2026 ഫൈനാൻഷ്യലില് എയർടെലിന്റെ റവന്യൂ 2.11 ലക്ഷം കോടിയായിരുന്നു, ജിയോയുടെ 1.47 ലക്ഷം കോടി, വോഡോഫോൺ ഐഡിയയുടെ 44,873 കോടി. പക്ഷേ പാറ്റ് മാർജിൻ നോക്കിയാൽ ജിയോയുടെ 20.46%, എയർടെലിന്റെ 16.03%-നേക്കാളും നല്ലത്. ഇനി ഇവരുടെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ മെയിൻ റിസ്ക് ഹൈ കാപ്പെക്സ് ആണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി ഏകദേശം 1.3 ലക്ഷം കോടി കാപ്പെക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്സ് എക്സ്പെക്ടഡ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി പ്രഷറിലാവും. ഇനി രണ്ടാമത്തെ റിസ്ക് കോമ്പറ്റീഷൻ, അതിൽ ടെക്നോളജി ഡിസ്റപ്ഷൻ ആണ്. ഇപ്പൊ ടെലികോം അതുപോലെ ഡിജിറ്റൽ സർവീസ് മാർക്കറ്റ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്.
സോ ജിയോയ്ക്ക് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യണം, ARPU വളർത്തണം, അതുപോലെ പുതിയ പ്രൊഡക്ട്സ് ഇവിടെ ലോഞ്ച് ചെയ്യണം. സോ നമ്മളിവിടെ നോക്കിയാൽ ഓവറോൾ NSE അതുപോലെ ജിയോ പ്ലാറ്റ്ഫോംസ് ഈ രണ്ട് കമ്പനികളും അവരവരുടെ സെക്ടേഴ്സിൽ സ്ട്രോങ് ആണ്. അതുപോലെ ലീഡർഷിപ്പ് പൊസിഷൻ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്ട്രോങ് ബ്രാൻഡ്സ് അതിൽ വലിയ സ്കെയിലിന്റെ ഒപ്പം തന്നെ റിസ്ക് ഇവിടെ വരുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ വാല്യുവേഷൻ, റെഗുലേഷൻ, കോമ്പറ്റീഷൻ, അതുപോലെ മാർക്കറ്റ് വോളറ്റിലിറ്റി. അതുകൊണ്ട് തന്നെ IPOക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ DRHP, വാല്യുവേഷൻ, അതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ശ്രദ്ധയോടെ തന്നെ ഇവിടെ ചെക്ക് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്താണ്. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലോടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റെയിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.